Dear friends, another story. Today, the story is The Magic Paintbrush, and I am Shalini. So before we start with the story, പുതിയ വാക്കുകൾ പഠിച്ചാലോ? The new words are paintbrush. പെയിന്റ് ചെയ്യുന്ന തൂവൽ അല്ലെങ്കിൽ ബ്രഷ്. Village, ഗ്രാമം. Effort, കഴിവുണ്ട്, ചെയ്യാനായിട്ട് കഴിവുണ്ടാവുക. Greedy, അത്യാഗ്രഹം. Selfish, സ്വാർത്ഥത. Desires, ആഗ്രഹം, ആശ. Ocean, മഹാസമുദ്രം, മഹാസാഗരം. Instead, പകരം. Emperor, ചക്രവർത്തി. Generosity, ഉദാരത. Creativity, സൃഷ്ടിപാടവം. So once again, the new words are paintbrush, village, effort, greedy, selfish, desires, ocean, instead, emperor, generosity, creativity. So can we start the story? So once upon a time, in a small village, or ചെറിയ ഗ്രാമത്തിൽ, there lived a poor boy named Rishi. ഋഷി എന്ന് പേരുള്ള ഒരു പയ്യൻ താമസിച്ചിരുന്നു. He loved to draw. അവന് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. But he couldn't afford to buy paints or brush. പക്ഷെ അവന് പെയിന്റ് വാങ്ങാനോ ബ്രഷ് വാങ്ങാനോ ഉള്ള കഴിവില്ലായിരുന്നു, അതിനുള്ള പണമില്ലായിരുന്നു. One day he helped an old man. ഒരു വൃദ്ധനായ മനുഷ്യനെ അവൻ സഹായിച്ചു. And in return, തിരിച്ച് he received a special gift, a magical paint brush. അവന് ഒരു പെയിന്റ് ബ്രഷ് കിട്ടി. ഇന്ദ്രജാല സാധ്യമാകുന്ന ഒരു പെയിന്റ് ബ്രഷ്. Anything he painted with it came to life. അവൻ എന്ത് പെയിന്റ് ചെയ്താലും അതിന് ജീവൻ വയ്ക്കും, അല്ലെങ്കിൽ അത് അവന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യാം അല്ലേ? What did Rishi do? Rishi painted food for the hungry. ഋഷി എന്താ ചെയ്തത്? പാവപ്പെട്ടവർക്ക്, വിശക്കുന്നവന് ഭക്ഷണം വരച്ചു നൽകി. Clothes for the poor. ദരിദ്രർക്ക് വസ്ത്രങ്ങൾ വരച്ചു നൽകി. And even animals to help farmers. എന്താണ്? മൃഗങ്ങളെ വരച്ചു നൽകി കൃഷിക്കാർക്ക്. എന്തൊരു മനസ്സല്ലേ? The greedy emperor of his kingdom. ഇതാരറിഞ്ഞു? ദുരാഗ്രഹിയായ, അത്യാഗ്രഹിയായ അവന്റെ ചക്രവർത്തി of his kingdom heard about the magic brush and demanded, ആജ്ഞാപിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഋഷി to paint him mountains of gold. എന്താണ് ആവശ്യപ്പെട്ടത്? Mountain of gold, മല. എന്തുകൊണ്ടുള്ള മല? സ്വർണം കൊണ്ടുള്ള മല. അത് ചെയ്യുമോ? ഋഷി വാസ് ക്ലെവർ. ഋഷിക്ക് ബുദ്ധിയുണ്ട്. ഇൻസ്റ്റെഡ്, അതിന് പകരം he painted a huge ocean. ഒരു മഹാസാഗരം അവൻ പെയിന്റ് ചെയ്തു. trapping the greedy emperor far away. greedy emperor, ചക്രവർത്തി അതിൽ പെട്ടുപോയി, കുടുങ്ങിപ്പോയി. Rishi only used his magic brush to help those in need. അത്യാവശ്യക്കാരെ മാത്രമേ ഋഷി സഹായിച്ചിരുന്നുള്ളൂ. with the magic brush to help those in need, never for greed or selfish desires. അത്യാഗ്രഹങ്ങൾക്കോ ഒന്നും അവൻ ആ ബ്രഷ് ഉപയോഗിച്ചില്ല. Now, what will you do if you get a magic brush? നിങ്ങൾക്കൊരു മാജിക് ബ്രഷ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ചേ. But always remember, എപ്പോഴും ചിന്തിക്കുക, do good and only good will come to you. നല്ലത് ചെയ്യൂ, നല്ലത് പ്രതീക്ഷിക്കൂ. This story teaches us, ഈ സ്റ്റോറി എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? The value of generosity, creativity and the importance of using talents for good. നമുക്ക് ദയ ഉണ്ടാവണം, ഉദാരത ഉണ്ടാവണം. നമ്മുടെ സൃഷ്ടിപാടവം, നമ്മുടെ പ്രതിഭ നാം നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം, അല്ലേ? So always do good, be generous, nourish your talent. നിങ്ങൾക്ക് എന്ത് പ്രതിഭയുണ്ടെങ്കിലും അതിനെ പരിപോഷിപ്പിക്കുക. അതിനെല്ലാം ഉപരി ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്കും വേണ്ടി ഓരോന്ന് ചെയ്യുക. എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കാര്യവും നോക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.
നിങ്ങൾ സൂക്ഷിച്ചില്ല, ശ്രദ്ധിച്ചില്ല എങ്കിൽ ആരും സൂക്ഷിക്കില്ല, ശ്രദ്ധിക്കില്ല. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, താങ്ക് യു. നൗ ലെറ്റ്സ് റീഡ് ഇറ്റ് വിത്ത് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. കൃത്യമായിട്ട് ടീച്ചറിന്റെ കൂടെ വായിച്ചേ. The magic paintbrush. Once upon a time, in a small village, there lived a poor boy named Rishi. He loved to draw, but he couldn't afford to buy paints or a brush. One day, he helped an old man and in return received a special gift, a magical paintbrush. Anything he painted with it came to life. Rishi painted food for the hungry, clothes for the poor, and even animals to help farmers with their work. The greedy emperor of his kingdom heard about the magic brush and demanded Rishi to paint him mountains of gold. Rishi was clever. Instead, he painted a huge ocean, trapping the greedy emperor far away. Rishi only used his magic brush to help those in need, never for greed or selfish desires. What will you do if you get a magic brush? Always remember, do good and only good will come to you. The story teaches us the value of generosity, creativity, and the importance of using talents for good. Always do good. Be generous. Nourish your talent. Take care of yourself. Bye-bye. Please subscribe and click on the notification bell. Please support. Let's learn English together.